ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു യക്ഷിക്കഥ പറയാം. ഈ കഥ ഒരു പക്ഷേ നിങ്ങൾ ചിലർ കേട്ടിരിക്കാം. കാരണം ഈ കഥ ഞാൻ നമ്മുടെ ഈ ചാനലിൽ കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ നിലവിൽ ആ കഥകളൊന്നും നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഈ കഥ വീണ്ടും ഒന്നുകൂടി പറയാമെന്ന് വിചാരിച്ചത്. കഥ ഇഷ്ടമായെങ്കിൽ ഹൈപ്പ് ചെയ്യണേ. എന്നാൽ കഥ കേട്ടോളൂ. പറങ്കിമാവിൻ കൂട്ടങ്ങളെ ആകെ ഉലച്ചുകൊണ്ട് ആ പടിഞ്ഞാറൻ കാറ്റ് മാടായിപ്പാറയിലേക്ക് പാഞ്ഞെത്തി. കുളിരുകോരിയിട്ട കാറ്റിൽ മാടായിപ്പാറയെ നീലസാഗരമാക്കിയ കാക്കപ്പൂക്കൾ തലയാട്ടി പരസ്പരം കിന്നാരം ചൊല്ലി. ആരെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് ഈ കാക്കപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മാടായിപ്പാറയ്ക്കുണ്ട്. ആ സൗന്ദര്യം തമ്പുരാൻ അവയ്ക്ക് നൽകിയത് ഇരപിടിക്കാനാണ്. ഇരപിടിയന്മാരായ ഈ നീല സുന്ദരിപ്പൂക്കൾ മാടായിപ്പാറയിൽ ചിരിച്ചങ്ങനെ നിൽക്കും. കാറ്റിലാടി തൻ്റെ നീല കണ്ണുകളിളക്കി അവയങ്ങനെ നിൽക്കുമ്പോൾ ആ സൗന്ദര്യത്തിൽ മയങ്ങി പാറിപ്പാറി പറന്നു വരുന്ന പ്രാണികൾ കാക്കപ്പൂവുകൾക്ക് ആഹാരമാകും. അതുകൊണ്ട് കാക്കപ്പൂക്കളെ തഴുകി വരുന്ന കാറ്റിന് ചെറിയൊരു ദുർഗന്ധമുണ്ട്. പക്ഷേ കൂട്ടമായി വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കളുടെ സൗന്ദര്യത്തിന് മുന്നിൽ ഈ ഒരു ദുർഗന്ധമൊന്നും ഒന്നുമല്ല. മാടായിപ്പാറയെ അങ്ങേയറ്റം സുന്ദരമാക്കുന്ന ഈ പൂക്കളെപ്പോലെ തന്നെ തൻ്റെ സൗന്ദര്യം കാട്ടി ഇരയെ ആകർഷിക്കുന്ന ഒരു ശക്തി കൂടി ഈ പരിസരത്ത് മറഞ്ഞിരിക്കുന്നുണ്ട്. ഇരുട്ടിന് കൂട്ടായി എത്തുന്ന പൂനിലാവിൽ സ്വർണ്ണ കസവ് ഞൊറിഞ്ഞൊടുത്ത് തൻ്റെ കൂർത്ത കോമ്പല്ലുകളെ ഒരു ചിരിയാൽ മറച്ച് നീണ്ട കാർക്കൂന്തൽ അഴിച്ചിട്ട് ഇരയെ കാത്തിരിക്കുന്ന ഒരു ശക്തി. കൃഷ്ണകേസരത്തിന്റെ നിറമുള്ള കണ്ണാണ് അവൾക്ക്. കാക്കപ്പൂക്കൾക്ക് ചെറിയൊരു തരം രൂക്ഷഗന്ധമുണ്ടെങ്കിൽ അവൾക്ക് ചെമ്പകപ്പൂക്കളുടെ മണമാണുള്ളത്. ഈ മാദക ഗന്ധത്തിന് ആരെയും മയക്കാനുള്ള ശേഷിയുണ്ട്. ഈ മാടായിപ്പാറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഏഴിമലയാണ്. ആ ഏഴിമലയെ തഴുകി വരുന്ന കാറ്റ് ഈ മാദക ഗന്ധത്തെ കൂട്ടുപിടിക്കും. മാടായിക്കാവിലേക്ക് വരുന്ന യുവാക്കളെ ഒരു മായാ ലോകം കാട്ടി ഭ്രമിപ്പിക്കുവാൻ ഈഴച്ചെമ്പകത്തിന്റെ ഗന്ധത്തിന് കഴിയും. അയ്യപ്പൻകുട്ടി സാറിന്റെ ഇത്തരം വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ്. കറണ്ട് വെട്ടം ഇങ്ങ പഴയങ്ങാടിയിൽ വരെ എത്തിയിട്ടില്ലാത്ത കാലം. നേരെ മിരട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചു പേർ ഒരു ടോർച്ചും തെളിച്ച് അയ്യപ്പൻകുട്ടി സാറിന്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കും. മൂപ്പരുടെ കഥ കേട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം വരില്ല. നല്ലൊരു മഴയത്ത് ഒരു ചൂടൻ ചുക്ക് കാപ്പി ഊതി കുടിക്കുന്ന ഒരു രസമാണ് അദ്ദേഹത്തിന്റെ കഥകൾക്കുള്ളത്. അയ്യപ്പൻകുട്ടി സാറിന്റെ വീടിന്റെ അയൽവക്കത്തുള്ള ഒട്ടുമിക്കവരും അത്താഴം കഴിഞ്ഞെന്നാൽ ഒരു ടോർച്ചും പിടിച്ച് കഥ കേൾക്കാനായി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തെത്തും. എനിക്ക് കഥ കേൾക്കാൻ തിടുക്കമായി. അയൽവക്കത്തുള്ളവരെല്ലാവരും അയ്യപ്പൻകുട്ടി സാറിന്റെ വീട്ടിലേക്ക് പോയോ ആവോ. അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ കലപില ശബ്ദം കേൾക്കുന്നുണ്ട്. അത്താഴം ഇതുവരേക്കും തയ്യാറായിട്ടില്ല. ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പാളി നോക്കി. നല്ല കപ്പപ്പുഴുക്കിന്റെ മണം. കൊതി സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഞാൻ തെല്ലെ ശബ്ദമുയർത്തി അമ്മയെ വിളിച്ചു ചോദിച്ചു. വിശന്ന് കൊടല് കത്തി എരിയുന്നുണ്ട്. ഈ കപ്പ ഇന്നെങ്ങാനും തിന്നാൻ പറ്റുമോ? ഒന്ന് അടങ്ങെന്റെ വിജയ. അച്ഛൻ കൊണ്ടുവന്ന ഈ പുഴമീൻ കൂടി വെച്ചു കഴിഞ്ഞാൽ അത്താഴം വിളമ്പിയേക്കാം. തൂട്ടുപുളിയിട്ട് വറ്റിച്ച പുഴമീൻ കറിയുടെ കാര്യം ഓർത്തപ്പോൾ തന്നെ എന്റെ വായിൽ വെള്ളമൂറി. അയ്യപ്പൻകുട്ടി സാറിന്റെ കഥ കേൾക്കാനുള്ള തിടുക്കം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പുഴമീൻ കൂട്ടിയുള്ള കപ്പപ്പുഴുക്കിനോടുള്ള ആർത്തി.
സമയം കുറേയായി. സാറ് കഥ പറഞ്ഞു തുടങ്ങിക്കാണും. നിൽക്കണോ അതോ പോകണോ? ഞാൻ ഇളന്നിണ്ടയിൽ ഇരുന്നു കൊണ്ട് വേലിക്കിലേക്ക് നോക്കി. ദൂരെ ഒരു ടോർച്ച് വെട്ടം. ഓയ് വിജയ, നീ വരുന്നില്ലേ? ഇല്ലിക്കലെ ശിവനും അവന്റെ പെങ്ങൾ മല്ലികയും പിന്നെ അവരുടെ അയൽവാസിയായ ദാമുവുമുണ്ട് കൂടെ. അയ്യപ്പൻ സാറിന്റെ വീട്ടിലേക്ക് പോകുന്ന പോക്കാണ്. ഞാൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. നിങ്ങള് ഇങ്ങോട്ട് പോന്നോളിൻ, നമുക്ക് ഒന്നിച്ചു പോകാം. നീ പയ്യെ വന്നാൽ മതി, ഞങ്ങ പോവുകയാ. ദാമുവാണ് അത് പറഞ്ഞത്. അവൻ ടോർച്ചും കൊണ്ട് മുന്നേ നടന്നു. മൂവർക്കും നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. മല്ലിക ഇടം കണ്ടിട്ട് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഒന്ന് വേഗം വരുന്നുണ്ടോ നീ? അത് തന്നെയാ ആ കുറുമ്പിയുടെ നോട്ടത്തിന്റെ അർത്ഥം. എനിക്ക് അവളോടൊപ്പം പോകാൻ തിടുക്കമായി. പക്ഷേ ഈ കപ്പയും കൂട്ടാനും ഈ നേരം പോയ നേരത്ത് ഇനി ഇതിനായി കാത്തു നിൽക്കണോ? എന്റെ ക്ഷമ നശിച്ചു. അടുക്കളയിൽ നിന്ന് വീണ്ടും പാത്രത്തിന്റെ കലമ്പൽ ശബ്ദവും അമ്മയുടെ പിറുപിറുക്കലുമൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്ന് കപ്പ തിന്നാൻ നിന്നാൽ കഥ കേൾക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുമല്ല, മല്ലികയുടെ പിണക്കവും സമ്പാദിക്കേണ്ടി വരും. പുഴമീൻ ചിലപ്പോൾ ജീവനോടെ തന്നെ ചട്ടിയിൽ കിടപ്പുണ്ടാകും. ഇനി അത് വെട്ടിക്കഴുകി അടപ്പത്ത് വെക്കുമ്പോൾ ഒരു നേരമാകും. ഞാൻ അകത്ത് നിന്ന് ടോർച്ചും തെളിച്ച് പുറത്തേക്കിറങ്ങി. എടാ വിജയ, നീ പോവുകയാണോ? നിൽക്ക്, ഇത് കഴിച്ചിട്ട് പോകാം. ഓ, എനിക്കുള്ളത് വിളമ്പി വെച്ചേക്ക്, ഞാൻ ഇറങ്ങുകയാ. അമ്മ അകത്ത് കിടന്ന് കലപില കൂട്ടാൻ തുടങ്ങി. ഞാൻ അപ്പോഴേക്കും ടോർച്ചുമായി വെയിലി കടന്നു. 6 വീടിനപ്പുറമാണ് അയ്യപ്പൻകുട്ടി സാറിൻ്റെ വീട്. സാറിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധ ടീച്ചറും പിന്നെ അദ്ദേഹവുമാണ് താമസം. ആകെയുള്ള മകളുടെ വിവാഹം കഴിഞ്ഞതാണ്. വീട്ടുമുറ്റത്തെ തമ്പകത്തിൻ്റെ ഒരു കമ്പിൽ റാന്തല വിളക്ക് തൂക്കിയിട്ടുണ്ട്. ആ തമ്പകത്തിന് ചുറ്റും അയൽവാസികൾ വട്ടം കൂടിയിരിപ്പുണ്ട്. ഓണനിലാവിൽ കുളിച്ചു നിൽക്കുന്ന മുറ്റം. ടീച്ചറമ്മ കുപ്പി ഗ്ലാസുകളിൽ നല്ല ചൂടൻ ചുക്ക് കാപ്പിയുമായി എത്തി. തമ്പകച്ചുവട്ടിൽ 10-16ഓളം പേരുണ്ട്. ചൂടൻ കാപ്പി കയ്യിലേക്ക് തന്ന ശേഷം ടീച്ചറമ്മയും ഒരു മൂലയ്ക്ക് കുത്തിയിരുന്നു. തിടുക്കത്തിൽ വന്ന എനിക്കും കിട്ടി ഒരു ഗ്ലാസ് കാപ്പി. ഇനി എവിടെയാ ഒന്നിരിക്കുക? മല്ലികയുടെ അടുത്ത് അയൽക്കാരി മാധവി സ്ഥാനം പിടിച്ച് കഴിഞ്ഞിരുന്നു. മല്ലികയുടെ പരിഭവം നിറഞ്ഞ നോട്ടം കണ്ടില്ലാന്ന് നടിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദാസൻ ചേട്ടൻ്റെ അരികിൽ ചെന്നിരുന്നു. ഒരു വടിയും കുത്തിപ്പിടിച്ച് അയ്യപ്പൻകുട്ടി സാറ് ഞങ്ങളുടെ മുന്നിലെ ചൂരൽ കസേരയിൽ വന്നിരുന്നു. വെളുത്ത അപ്പൂപ്പൻ താടി പോലെയുള്ള തലമുടിയും നീട്ടി വളർത്തിയ താടിയുമുള്ള മൂപ്പരെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കാതിൽ കിടക്കുന്ന ചുവന്ന കടുക്കൻ ആ മുഖത്തിൻ്റെ അഴക് 10 മടങ്ങ് കൂട്ടും. എൻ്റെ കുട്ടിക്കാലത്ത് ഈ മാടായിപ്പാറയെ ചുറ്റിപ്പറ്റി ഒത്തിരി കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പകൽ സമയത്ത് പോലും പാറപ്പരപ്പിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ ആളുകൾ പേടിച്ചിരുന്ന കാലം. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞെന്നാൽ ആളനക്കമില്ലാത്ത ഒരു വന്യമായ ഭൂമിയായി മാറും ഈ മാടായിപ്പാറ. എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളിൽ മാടായിപ്പാറയ്ക്ക് വന്യമായ ഒരു മുഖമുദ്രയാണുള്ളത്. രാത്രികാലങ്ങളിൽ യക്ഷികളും ഗന്ധർവന്മാരും ബ്രഹ്മരക്ഷസുകളും അലഞ്ഞു നടക്കുന്ന ഒരു ഭൂമിയാണത്രേ ഈ മാടായിപ്പാറ. കാവിലമ്മയുടെ തിരുവിളയാട്ട് ഭൂമിക്ക് പുറത്തുള്ള പ്രദേശങ്ങളെല്ലാം ഇക്കൂട്ടരുടെ വിഹാര കേന്ദ്രങ്ങളാണ്. പണ്ടുകാലത്ത് രാത്രി വൈകി സഞ്ചരിക്കുന്നവർ ഇരുമ്പിൻ്റെ ഒരു പിച്ചാത്തി കയ്യിൽ കരുതുമായിരുന്നു.
സുന്ദരിയായ യക്ഷി മുന്നിൽ വന്ന് മുറുക്കാൻ ചോദിക്കും. അപ്പോൾ അവളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത്തിരി ചുണ്ണാമ്പെടുത്ത് പിച്ചാത്തിയിൽ തേച്ച് വെച്ച് കൊടുത്താൽ മുന്നിൽ വന്ന യക്ഷി തൊട്ടടുത്ത നിമിഷം അപ്രത്യക്ഷമാകും. അല്ലാത്ത പക്ഷം തൻ്റെ സൗന്ദര്യം കാട്ടി ചെറുപ്പക്കാരെ കൂടെ കൂട്ടി അങ്ങ് കൊണ്ടുപോകും. നീണ്ടുകിടക്കുന്ന പാറപ്പുറത്ത് ദിശയറിയാതെ അലഞ്ഞവർ നടക്കും. പിന്നെ മായാജാലം കാട്ടി അവൾ അവരെ ഭയപ്പെടുത്തും. ഒടുവിൽ കഴുത്തിലെ ഞരമ്പുകൾ കടിച്ച് മുറിച്ച് കൊന്ന് അവരുടെ ചോര കുടിക്കും. അയ്യപ്പൻകുട്ടി സാറിന്റെ വായിൽ നിന്ന് യക്ഷി എന്ന് കേട്ടപ്പോൾ എൻ്റെ ശരീരത്തിലെ രോമങ്ങൾ എഴുന്നു നിന്നു. ഞാൻ ചുറ്റും നോക്കി. കൂടെയിരിക്കുന്നവർ മൂപ്പരുടെ കഥയിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. മല്ലികയുടെ നോട്ടവും അയ്യപ്പൻകുട്ടി സാറിന്റെ മുഖത്തേക്കാണ്. റാന്തലുവെട്ടത്തിനും അപ്പുറം പൂനിലാവിൽ കുളിച്ചു നിൽക്കുന്ന തൊടി. നിലാവിൽ നിഴൽ വിരിച്ചാടുന്ന തൊടിയിലെ മരങ്ങളുടെ നിഴൽ കാഴ്ച എന്നിലെ ഭയത്തെ ഉണർത്തി. എൻ്റെ നോട്ടം വീണ്ടും മല്ലികയിലേക്ക് നീണ്ടു. അവളുടെ നീണ്ട മുടിത്തുമ്പിൽ ഉടക്കിയിട്ടിരുന്ന പിച്ചിപ്പൂമാലയിലെ പൂമൊട്ടുകൾ വിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കരിമഷി കൊണ്ട് വാലിട്ടെഴുതിയ അവളുടെ നീലൻ കണ്ണുകൾ എൻ്റെ നേർക്ക് തിരിഞ്ഞെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയ നിമിഷം എൻ്റെ മനസ്സിൻ്റെ വിളി കേട്ടതുപോലെ അവൾ മാൻമിഴികളിളക്കി എന്നെ ഒന്ന് നോക്കി. വെളുത്ത പല്ലുകൾ കാട്ടിയുള്ള അവളുടെ ചിരി എൻ്റെ ഹൃദയത്തിൽ അമ്പ് പോലെ വന്ന് തറച്ചു. തൊടിയിൽ എവിടെയോ ഇരുന്ന് കൂകിയ കാലൻകോഴിയുടെ കരച്ചിലിൽ ഞാൻ നടുങ്ങിപ്പോയി. തമ്പകമരത്തിന്റെ ചുവട്ടിൽ കൂടിയിരുന്നവർ മൂടും തൂത്ത് എണീറ്റ് തുടങ്ങി. അയ്യപ്പൻകുട്ടി സാറ് കഥ പറഞ്ഞു നിർത്തിയിരിക്കുന്നു. എൻ്റെ മനസ്സ് മറ്റൊരു ലോകത്തായിരുന്നു. കഥ ശരിക്കും ആസ്വദിക്കാൻ കഴിയാത്ത നിരാശയിൽ ഞാൻ മുണ്ടും തൂത്തെണീറ്റു. അയ്യപ്പൻകുട്ടി സാറിൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് എല്ലാവരും പല വഴിക്ക് തിരിഞ്ഞു. എൻ്റെ ഒപ്പം ശിവനും മല്ലികയും പിന്നെ ദാമുവുമുണ്ട്. കഥയിലെ കാര്യങ്ങളെപ്പറ്റിയായിരുന്നു ശിവന്റെ സംസാരം. കുറച്ചങ്ങ് നടന്നപ്പോൾ ശിവനും ദാമുവും ഒരു 5 അടി മുന്നിലായി നടന്നു. ആ ഒരു തക്കത്തിന് മല്ലിക എൻ്റെ കയ്യിലൊന്ന് അമർത്തി നുള്ളി. ഞാൻ കട്ടുറുമ്പിൻ്റെ കടിയേറ്റതുപോലെ പുളഞ്ഞുപോയി. എന്താ പെണ്ണെ നീ കാട്ടുന്നത്? ഇങ്ങനെയാ സ്നേഹം കാട്ടുന്നത്? കുറുമ്പിത്തിരി കൂടുന്നുണ്ട് നിനക്ക്. നിലാവിൽ അവളുടെ വെളുത്ത മുഖം ചുവന്നു. ഞാൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് അവൾ മുഖം കുറിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു നീങ്ങി. മുണ്ടൊന്ന് മടക്കി കുത്തി ഞാനും അവളുടെ ഒപ്പം വെച്ച് പിടിച്ചു. ടോർച്ച് വെട്ടത്തിൽ പുല്ല് മാറി തെളിഞ്ഞ ഇടവഴിയിലൂടെ വേഗത്തിൽ നടക്കുന്ന കൂട്ടത്തിൽ അവൾ കൈകൾ ഉയർത്തി എന്നെ ആംഗ്യം കാണിച്ചു. ആ വെളുത്ത കൈയിലെ കരിവളകൾ ഇനി ഒന്നേ ബാക്കിയുള്ളൂ. അതുടച്ചതത്രയും ഈ ഞാനാണ്. മാടായിക്കാവിൽ തൊഴാൻ പോകുമ്പോൾ ഞാനും അവളോടൊപ്പം കുറച്ചു ദൂരം ചെല്ലാറുണ്ട്. അവളുടെ പരാതിയും പരിഭവവും ഒരിക്കലും തീരാറില്ല. പരാതികൾ കേട്ട് മടുക്കുമ്പോൾ ഞാൻ പിന്തിരിഞ്ഞ് നടക്കാനായി ഭാവിക്കും. അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരികൾ വഴിയരികിൽ അവളെ കാത്ത് നിൽക്കുന്നുണ്ടാവും. എൻ്റെ ശുണ്ടി കൂട്ടാനായി അവൾ അപ്പോഴും കൈത്തണ്ടയിൽ നുള്ളാനായി കുപ്പിവളക്കൈ ഉയർത്തും. ആ സമയം ഞാൻ അവളുടെ കയ്യിൽ ബലമായി പിടിച്ച് തിരിക്കുന്ന സമയം ആ കരിവളകൾ പലതും പൊട്ടിയുടയും. ഇത്തവണ ഓണത്തിന് പഴയങ്ങാടിക്കാവിൽ നിന്ന് ചാന്തും കരിവളയും വാങ്ങിച്ചു നൽകാമെന്ന് അവൾക്ക് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. അതെന്നെ ഓർമ്മിപ്പിക്കാനാണ് ആ കുറുമ്പി കൈ ഉയർത്തി കാണിച്ചത്. 5-6 വീട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീടെത്തി. 3 സംഘം മുന്നോട്ട് നടന്നു പോയി. ഞാൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നകന്ന മല്ലികയോട് ആംഗ്യ ഭാഷയിൽ കരിവളകൾ വാങ്ങിച്ചു നൽകാമെന്നേറ്റു.
വീട്ടിലുള്ളവരെല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഇറയത്തെ തൂണിനരികിൽ റാന്തൽ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ആ വിളക്കുമെടുത്ത് എൻ്റെ മുറിയിലേക്ക് കയറി. ഇടുങ്ങിയ ചെറിയൊരു മുറിയാണ് എൻ്റേത്. അത്താഴം ഒരു വലിയ കിണ്ണത്തിലാക്കി മൂടി ഒരു കൊരണ്ടിപ്പലകയുടെ പുറത്ത് അമ്മ വെച്ചിട്ടുണ്ട്. കപ്പപ്പുഴുക്കും കൂട്ടാനും തണുത്തിരുന്നു. ഞാൻ അതും അകത്താക്കി കൈ കഴുകി അകത്ത് കയറി വാതിലടച്ചു. നിലത്ത് തഴപ്പ വിരിച്ചാണ് എൻ്റെ കിടപ്പ്. മണി 11 കഴിഞ്ഞു കാണും. ഓണക്കാലമാണ്. പഴയങ്ങാടിക്കാവിൽ ഓണം പ്രമാണിച്ച് വിശേഷാൽ പൂജകളൊക്കെയുണ്ട്. വഴിയോര കച്ചവടക്കാരും എത്തിയിട്ടുണ്ടാകും. വെളുപ്പാങ്കാലത്ത് അങ്ങോട്ടേക്ക് തിരിച്ചാൽ വൈകുന്നതിന് മുമ്പ് തിരിച്ചു വരാം. കൂട്ടിന് ആരെയെങ്കിലും വിളിച്ചു നോക്കാം. മാടായിപ്പാറ കടന്ന് വേണം പഴയങ്ങാടിക്കാവിലേക്ക് പോകാൻ. കാൽനടയല്ലാതെ മറ്റു വഴികളില്ല. അയ്യപ്പൻകുട്ടിമാഷിന്റെ കഥകളിലെ ആ യക്ഷി, ആ ഓർമ്മയിൽ എൻ്റെ നെഞ്ചു പിടച്ചു. കുപ്പിവള വാങ്ങാനായി അവിടം വരെ പോകേണ്ടതുണ്ടോ? അത് മേടിച്ചില്ലെങ്കിൽ പിന്നെ മല്ലികയ്ക്ക് പിണങ്ങാൻ അതു മതി കാരണം. മാടായിപ്പാറ കിടന്ന് കരിവളകൾ വാങ്ങിച്ച് സമ്മാനിച്ചാൽ അവൾക്ക് മുന്നിൽ താൻ ഒരു ധീരനായ ആണാകും. അഥവാ യക്ഷിയെയും ബ്രഹ്മരക്ഷസിനെയും ഭയന്ന് ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നാൽ താൻ അവളുടെ മുന്നിൽ ഒരു മണഗുണാഞ്ചനായി തീരും. നാളെ കാലത്തെ തന്നെ പോകണം, ഞാൻ മനസ്സിൽ പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേ അച്ഛൻ ഓരോരോ വേല പറഞ്ഞു. ഓണക്കാലമല്ലേ, തിരുവോണത്തിന് മുമ്പ് പറമ്പ് വൃത്തിയാക്കണം, വിറക് കീറണം. ഈ പണിയൊക്കെ കഴിഞ്ഞ് പഴയങ്ങാടിക്കാവിലേക്ക് തിരിച്ചാൽ മടക്കം രാത്രിയേ ഉണ്ടാവും. തിരുവോണത്തിന് മുമ്പേ മല്ലികയ്ക്ക് കരിവളകൾ വാങ്ങിച്ചു നൽകണം. പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ ഞാൻ അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ച് വീട്ടിൽ നിന്ന് ഒരുങ്ങിയിറങ്ങി. വേലി കടക്കുന്ന സമയത്ത് അച്ഛൻ എന്നെ കണ്ടു. ദാ ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം നടന്നകന്നു. ദാമുവിനെ ഒപ്പം കൂട്ടാമെന്ന് കരുതി ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നു. മാടായിപ്പാറയിലേക്കുള്ള യാത്രയാണെന്ന് പറഞ്ഞപ്പോഴേ അവൻ പിന്തിരിഞ്ഞു. പിന്നെ ആരെയും കൂടെ കൂട്ടാൻ നിൽക്കാതെ ഞാൻ മുന്നോട്ട് നടന്നു. ഒരമണിക്കൂർ കൊണ്ട് ഞാൻ മാടായിപ്പാറയിലെത്തി. ഓണക്കാലമായതുകൊണ്ട് പാറപ്പുറം നിറയെ കാക്കപ്പൂവും കൃഷ്ണപ്പൂവും കണ്ണാന്താളിയും നിറഞ്ഞ് നീല പരവതാനി പോലെ കാണപ്പെട്ടു. വേനൽക്കാലത്ത് ഉണക്ക പുല്ല് പിടിച്ചു കിടക്കുന്ന ഈ പരിസരം കണ്ടാൽ വല്ലാത്തൊരു പേടി തോന്നും. വെയിലിൻ്റെ ചൂട് പിടിച്ച് പുല്ല് എരിഞ്ഞു കത്തും. വെയിലത്തെരിഞ്ഞു കത്തുന്ന പാറപ്പുറം ആരെയും ഭയപ്പെടുത്തും. ദൂരെ നിന്ന് വന്ന കാറ്റിൽ കാക്കപ്പൂക്കൾ ആകെ ചാഞ്ചാടിയാടി. ഏതോ മായാലോകത്തിൽ എത്തിപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ചിലയിടത്തെല്ലാം പാറ തെളിഞ്ഞ് കാണാമായിരുന്നു. ഇരിക്കപ്പൊറുതിയില്ലാതെ പാറമേൽ ഓടി നടക്കുന്ന തിത്തിരപ്പക്ഷികൾ. എൻ്റെ കാലച്ച കേട്ടപ്പോൾ അവ ചിലച്ചുകൊണ്ട് കൂട്ടത്തോടെ ഉയർന്നു പൊങ്ങി. ഞാൻ നടപ്പിൻ്റെ വേഗത കൂട്ടി. നേരെ മിരുട്ടുന്നതിന് മുമ്പേ തിരിച്ചു വരണം. അല്ലെങ്കിൽ അയ്യപ്പൻകുട്ടി സാറിൻ്റെ കഥയിലെ ആ യക്ഷി, എനിക്കോർക്കാനേ വയ്യ. നേരം ഇത്തിരി വൈകിയെങ്കിലും ഞാൻ പഴയങ്ങാടിക്കാവിലെത്തി. കാവിൽ കയറി തൊഴുത് പുറത്തിറങ്ങി. പ്രസാദമായി കിട്ടിയതെല്ലാം ഞാൻ എൻ്റെ കീശയിൽ തിരുകി. നെറ്റിയിൽ ചന്ദനവും മഞ്ഞളും ചേർത്ത് നീട്ടി ഒരു കുറി വരച്ചു. പിന്നീട് ഞാൻ വഴിയോര കച്ചവടക്കാരുടെ അരികിലേക്ക് ചെന്നു. എന്തെല്ലാം കൂട്ടം സാധനങ്ങളാണ് നിരത്തി വച്ചിരിക്കുന്നത്. കൂടുതലും പെൺകുട്ടികൾ കണിഞ്ഞൊരുങ്ങാനുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം പെണ്ണിന് വാങ്ങിച്ചു കൊടുക്കാൻ ഏറെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള കാശൊന്നും കീശയിലില്ല. 1 ഡസൻ കരിവളയും ചാന്തും പിന്നെ ഒരു കരിമഷിയും വാങ്ങിച്ച് ഞാൻ കച്ചവടക്കാരുടെ ഇടയിൽ കൂടി നടന്നു.
ഒരു പൊതി നീലക്കടലയും വാങ്ങിച്ച് കയ്യിൽ പിടിച്ച് ഞാൻ ചുറ്റിനും നോക്കി. നല്ല തിരക്കുണ്ട്. മടങ്ങുന്ന സമയത്ത് ആരെങ്കിലും അങ്ങോട്ടേക്ക് കാണാതിരിക്കില്ല. ആ ഒരു ചിന്തയിൽ ഞാൻ അവിടെയെല്ലാം കറങ്ങി നടന്നു. മണി 4 പോകുന്നു. കയ്യിൽ കെട്ടിയിരുന്ന പഴഞ്ഞൻ വാച്ചിലെ സൂചിക്കാലുകൾ എന്നെ ആകെ ബേജാറാക്കി. മാടായിപ്പാറ കടക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ആ ഒരു അവസരത്തിൽ ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. വേഗം മുന്നോട്ട് നടപ്പ് തുടർന്നു. ഇനി എത്ര വേഗത്തിൽ നടന്നാലും ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ കഴിയുമോ? സംശയമാണ്. ഓടുന്നതിന് സമാനമായിരുന്നു എൻ്റെ നടപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ കിതച്ചു തുടങ്ങി. മാടായിപ്പാറയ്ക്ക് മുകളിൽ കാർമേഘം ഉരുണ്ട് കൂടി. എൻ്റെ ചങ്കിടിപ്പ് കൂടി. വെളിച്ചത്തിന് അല്പം മങ്ങലേറ്റു. ആ സമയത്തും അനേകം ശലഭങ്ങൾ കാക്കപ്പൂക്കളുടെ ചുറ്റിലും പറന്നു നടക്കുന്നുണ്ടായിരുന്നു. ചെറുതായി വന്ന ഇടിയുടെ നാദം പയ്യെ പയ്യെ വേഗത്തിലായി. വലിയൊരു ഇടിശബ്ദത്തോടൊപ്പം മഴയുടെ വൈവിധ്യമാർന്ന താളം കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചാറിപ്പെയ്ത മഴ അത്യുഗ്ര രൂപം കൊണ്ടുവന്നു. പിന്നീടത് നൂൽമഴയായി. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ അതൊരു പൊടിമഴയായി അവസാനിച്ചു. ഞാൻ ആകെ നനഞ്ഞു കുളിച്ചു. മഴയുടെ തണുപ്പ് ഭയന്ന് ചൂട് പിടിച്ച എൻ്റെ മനസ്സിനെയും തണുപ്പിച്ചു. നടക്കും തോറും പാറപ്പുറം അങ്ങനെ നീണ്ട് പരന്ന് കിടന്നു. ഞാൻ മുണ്ടിൻ്റെ അറ്റം പിഴിഞ്ഞ് തല തുവർത്തി. ഒരു ധൈര്യത്തിന് പോക്കറ്റിൽ തിരികിയ വാഴയിലയിൽ നിന്നും കാവിലെ പ്രസാദമായ ചന്ദനവും മഞ്ഞളും കൊണ്ട് വീണ്ടും നെറ്റിത്തടത്തിൽ നീളത്തിലുള്ളൊരു കുറി വരച്ചു. നടപ്പ് പറ്റാവുന്നത്ര വേഗത്തിലാക്കി. മഴ കഴിഞ്ഞ് ഒന്ന് തെളിഞ്ഞതാണെങ്കിലും ആ പരിസരത്ത് വീണ്ടും ഇരുട്ട് വീണു. അയ്യപ്പൻകുട്ടി സാറിൻ്റെ കഥയിലെ ആ യക്ഷി എൻ്റെ മനസമാധാനം കെടുത്തി. യക്ഷിയുടെ ഓർമ്മയിൽ ഞാൻ കാല് മുന്നോട്ട് വലിച്ചു വെച്ചു. അങ്ങനെ നടന്ന് മുന്നേറിയപ്പോൾ ആരോ എന്നെ പിന്തുടരുന്നത് പോലെ തോന്നി. കാൽച്ചിലങ്കയുടെ ഒരു ശബ്ദം എൻ്റെ തൊട്ടുപുറകിൽ കേൾക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ചെമ്പപാത്രത്തിൽ ചരൽ വാരിയിട്ട് കുലുക്കുന്നത് പോലെയുള്ള ഒരുതരം പിറുവിറുക്കൽ എവിടെ നിന്നൊക്കെയോ എന്റെ കാതിൽ മുഴങ്ങിക്കേട്ടു. പനിച്ച് വിറക്കുന്നത് പോലെ എൻ്റെ ശരീരം വിറച്ച് തുള്ളാൻ തുടങ്ങി. പാഞ്ഞോടാനായി മനസ്സ് കൊതിച്ചെങ്കിലും എനിക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. പാറകളുടെ ചെരുവുകളിൽ നിന്നുയരുന്ന കാളൻകോഴിയുടെ കരച്ചിൽ എൻ്റെ മനസ്സിലേക്ക് ഭയപ്പെടുത്തുന്ന ചില ചിന്തകൾ കൊണ്ടുവന്നു. വിറച്ചു തുടങ്ങിയ കാലുകൾ ഞാൻ ഒരു തരത്തിൽ മുന്നോട്ട് വെച്ച് വളരെ ആയാസപ്പെട്ട് നടന്നു തുടങ്ങി. കുറുക്കന്മാരുടെ ഓരിയിടൽ ആ സമയത്ത് ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. എന്റെ ഭയം ഇരട്ടിച്ചു. ട്രൗസറിന്റെ കീശയിൽ തിരികെ ടോർച്ചെടുത്ത് തെളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നടപ്പ് തുടർന്നു. ഇരുമ്പിന്റെ ടോർച്ചാണ്, നല്ല ഭാരമുണ്ടതിന്. ഇരുമ്പിന്റെ എന്തെങ്കിലും ഒന്ന് കയ്യിലുണ്ടെങ്കിൽ ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക് നിലകൊള്ളുന്ന ഇത്തരം ശക്തികൾ അടുക്കില്ലെന്ന് പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് എൻ്റെ ടോർച്ച് വെട്ടം മുന്നിലേക്ക് പാഞ്ഞു. നേർത്ത് വന്ന കാൽച്ചിലങ്കയുടെ ശബ്ദം അല്പം ഉച്ചത്തിലായി. ആകാശവും പാറയും ഒന്നിച്ചു മുട്ടി നിൽക്കുന്നത് പോലെ
എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നിത്തുടങ്ങി. നടന്നു മുന്നേറുമ്പോൾ കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ആ പാറപ്പുറം എന്നെ വല്ലാതെ കുഴപ്പിച്ചു. പൂത്തുലഞ്ഞു നിന്ന കാക്കപ്പൂക്കൾ മഴയേറ്റ് നനഞ്ഞ് തല കുനിച്ചു നിന്നു. കുറച്ചേറെ അങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ മുന്നിലൊരു നീലപ്രകാശം തെളിഞ്ഞു വന്നു. ആ സമയം കയ്യിലിരുന്ന ടോർച്ച് പെട്ടെന്ന് അങ്ങട് പണിമുടക്കി. നീലപ്രകാശത്തിൽ 2 കാൽപാദങ്ങൾ തെളിഞ്ഞു വന്നു. ചിലങ്കകളണിഞ്ഞ 2 കാൽപാദങ്ങൾ. മുകളിലേക്ക് ഒരു വെളുത്ത പുടവ ഉടുത്തിട്ടുണ്ടെങ്കിലും കാഴ്ച അവ്യക്തമാണ്. ഞാൻ ആ പാദങ്ങളെ പിന്തുടർന്നു. ആ നിമിഷം മനസ്സിൽ മറ്റൊരു ചിന്തയും വന്നില്ല. പാൽ നിലാവ് പോലെ ആ നീല വെളിച്ചം എന്റെ കൺമുന്നിൽ നിറഞ്ഞു നിന്നു. പകലാണോ അതോ രാത്രിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അത്രയ്ക്കും പ്രകാശം. പക്ഷേ ആ പ്രകാശത്തിന് ഒരുതരം കുളിരായിരുന്നു. മെല്ലെ മെല്ലെ മുന്നിൽ നടന്നു പോകുന്ന രൂപത്തിന് വ്യക്തത വന്നു. കസവ് പുടവ ഞൊറിഞ്ഞൊടുത്ത ഒരു സ്ത്രീരൂപമാണ് എൻ്റെ മുന്നിലൂടെ നടന്നു നീങ്ങുന്നത്. മുട്ടോളം നീളമുള്ള മുടി, കറുത്തതായിരുന്നു ആ കാർക്കൂന്തൽ. ആ സ്ത്രീരൂപത്തിന്റെ മുഖമൊന്ന് കാണാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അതിന് ഇട നൽകാതെ ആ സ്ത്രീ വേഗത്തിൽ നടന്നു. കുറേയങ്ങ് നടന്നപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് അങ്ങട് നിന്നു. എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ പകച്ചുപോയി. എൻ്റെ മുന്നിൽ മല്ലിക നിൽക്കുന്നു. ഞാൻ കണ്ണു തിരുമ്മി വീണ്ടും നോക്കി. ഒരു മാറ്റവുമില്ല, മല്ലിക തന്നെ. എനിക്ക് സന്തോഷം അടക്കാനായില്ല. ഈ രാത്രിയിൽ ഈ വിജനമായ പാറപ്പുറത്ത് മല്ലിക എങ്ങനെ എത്തിച്ചേരാനാണ്? അങ്ങനെയുള്ള ഒരു ചിന്തയും എൻ്റെ മനസ്സിനെ അലട്ടിയില്ല. ഞാൻ മല്ലികയുടെ മഷികൾ എഴുതിയ കണ്ണുകളിലേക്ക് നോക്കി. എന്തിനാ ആ തെളിയാത്ത ടോർച്ച് കയ്യിൽ കരുതിയിരിക്കുന്നത്? അത് അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കൂ. മല്ലിക പറഞ്ഞ ഉടനെ ഞാൻ ടോർച്ച് പുൽക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ നിമിഷം അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. ആ ചെറിയ ചിരിയിൽ അവളുടെ കണ്ണുകൾ തിളങ്ങി. വെളുത്ത് തുടുത്ത കവളിലെ നുണക്കുഴികൾ വിരിഞ്ഞു. നടന്ന് നടന്ന് ഞാനൊരു പാറക്കുളത്തിനരികിലെത്തി. പാറപ്പുറത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശം. മാടായിച്ചൂതും കൃഷ്ണകേസര ചെടികളും നിറഞ്ഞു നിന്ന ആ ജലാശയത്തിനടുത്ത് ചെന്ന് ഞാൻ നിന്നു. തൊട്ടടുത്ത് നിന്ന ഈഴച്ചെമ്പകമരത്തിന്റെ മുകളിൽ നിന്ന് ഒരു കൂമൻ ചിലച്ച് ചിറകടിച്ചുകൊണ്ട് പറന്നകന്നു. മല്ലിക എൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. ചിലങ്കകൾ കിലുങ്ങിച്ചിരിച്ചു. ഞാൻ മത്ത് പിടിച്ചതുപോലെ നിൽപ്പു തുടർന്നു. എൻ്റെ അടുത്തെത്തിയ മല്ലിക ആരോ പിടിച്ചു വെച്ചതുപോലെ നിന്നു. ചിരി നിറഞ്ഞ മുഖം ആകെ അങ്ങട് മാറി. പിന്നെ ഒരാജ്ഞയായിരുന്നു. നെറ്റിയിലെ ആ ചന്ദനക്കുറി അങ്ങനെ മായ്ച്ചു കളഞ്ഞേക്ക്. ഞാൻ ചിരിച്ചതല്ലാതെ ചന്ദനക്കുറി തൂത്തില്ല. ഒരു തൂണ് പോലെ ഞാൻ കുളത്തിനരികിൽ നിൽപ്പു തുടർന്നു. മല്ലികയുടെ മുഖം മാറി മറിഞ്ഞു. കണ്ണുകൾ ചുവന്നു തുടുത്തു. നീണ്ട മുടിയാട്ടി അലറിക്കൊണ്ട് ആ സ്ത്രീരൂപം എന്റെ ചുറ്റിനും വലത്തു വെച്ചു. തുടർന്ന് നീലപ്രകാശത്തിന് മങ്ങലേറ്റു. ഒരു ഉറക്കത്തിൽ നിന്നുണർന്നതുപോലെ ഞാൻ ചുറ്റും നോക്കി. മുന്നിലെ കുളം കണ്ട് ഞാൻ അല്പനേരത്തേക്ക് അന്തിച്ച് നിന്നുപോയി. പിന്നീട്
ഞാൻ തിരിഞ്ഞോടി. പിന്നിൽ ആരോ കിതച്ച് പാഞ്ഞുകൊണ്ട് എൻ്റെ നേർ കൂടി വരുന്നുണ്ട്. എന്തോ ഒരു നേർത്ത വെട്ടം മുന്നിലുണ്ട്. ഞാൻ ജീവനും കൊണ്ട് പാഞ്ഞു. ചെന്നായ്ക്കൾ അണക്കുന്നത് പോലെ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കാം. ദിക്കറിയാതെയുള്ള ഒരോട്ടം. എല്ലാ സ്ഥലവും ഒരേപോലെ കാണപ്പെട്ടു. ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും എനിക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നും അറിയാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. 600 ഏക്കറോളം വരുന്ന മാടായിപ്പാറ കൺമുന്നിൽ അങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഓടി ഓടി ഞാൻ തളർന്നു. പിന്നിലെ ചിലങ്ക ശബ്ദം നിലച്ചിരുന്നില്ല. മുന്നോട്ട് ഓടി നീങ്ങാനുള്ള ഒരിത്തിരി ബലം പോലും എൻ്റെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല. ഞാൻ മാടായിപ്പാറയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരപ്പിടിയൻ ചെടികളായ കാക്കപ്പൂക്കളുടെ ഇടയിലേക്ക് മറിഞ്ഞടിച്ചു വീണു. എൻ്റെ ബോധം മറയുന്നതിന് മുമ്പ് പിന്നിൽ നിന്ന് കേട്ട ആ ചിലങ്ക ശബ്ദം അടുത്തെത്തി നിലച്ചു. പിന്നെ നീളൻ ചിറക് വിടർത്തി പറന്നകന്നു പോകുന്ന ഒരു കടവാവലിനെയാണ് ഞാൻ അവിടെ കണ്ടത്. ആരോ എന്നെ കുലുക്കി വിളിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. മാടായിപ്പാറയിലെ പുല്ലിൻകൂട്ടത്തിൽ കമഴ്ന്നടിച്ചു കിടന്ന എന്നെ ചുറ്റും കൂടി നിന്നവരിൽ ഒരുവൻ വലിച്ചു പൊക്കി. ഞാൻ നന്നേ പണിപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. എൻ്റെ അച്ഛൻ, ഇല്ലിക്കലെ ശിവൻ, പിന്നെ ദാമു, മൂവരും എന്നെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. ഞാൻ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് എണീറ്റ് നടന്നു. എൻ്റെ നടത്തം പാറക്കുളത്തിനടുത്തേക്കായിരുന്നു. പനിയാൽ ചുട്ടുപഴുത്തിരുന്ന എൻ്റെ ശരീരത്ത് തൊട്ടപ്പോഴേക്കും അച്ഛന് ഒരു വശപ്പിശക്ക് തോന്നി. പിന്നെ എങ്ങനെയോ അവർ എന്നെ വീട്ടിലെത്തിച്ചു. 7 ദിനങ്ങൾ കടന്നുപോയി. ചില മാന്ത്രിക വിദ്യകളൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു അയ്യപ്പൻകുട്ടി സാറ്. ചെമ്പ് തകിടിൽ എന്തെല്ലാമോ മന്ത്രങ്ങൾ ചൊല്ലി കളഭം നിറച്ച് അദ്ദേഹം എൻ്റെ അരയിലും കഴുത്തിലും കെട്ടിത്തന്നു. അതോടെ ഞാൻ എണീറ്റ് നിൽക്കാൻ തുടങ്ങി. 9ാം നാൾ അയ്യപ്പൻകുട്ടി സാറ് അച്ഛനോടായി പറഞ്ഞു, പഴയങ്ങാടിക്കാവിലെ പ്രസാദം കീശയിലും നെറ്റിയിൽ നീളത്തിലുള്ള ചന്ദനക്കൂട്ടുമുള്ളപ്പോൾ അവൾക്കെങ്ങനെയാ തൻ്റെ ചെക്കനടുത്തേക്ക് അടുക്കാൻ പറ്റുക? ഇത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ ഈ നിൽക്കണ മകനിപ്പോൾ മാടായിപ്പാറയിലെ ചതുപ്പിൽ ചത്ത് മലച്ച് കിടക്കുന്നത് തനിക്ക് കാണേണ്ടി വരുമായിരുന്നു. ഞാൻ നടുക്കത്തോടെയാണ് അത് കേട്ടത്. അയ്യപ്പൻകുട്ടി സാറിനോട് ഞാൻ യാതൊന്നും പറഞ്ഞിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിന് നടന്നതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. നിന്റെ മുന്നിൽ വന്നത് വലിയ മായാജാലക്കാരിയാ. ഇഷ്ടമനുസരിച്ച് ആരുടെയും രൂപം കൈവരിക്കാനുള്ള ഒരു ശക്തി അവൾക്കുണ്ട്. രാത്രി സമയത്ത് മാടായിപ്പാറയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരെ വഴിതെറ്റിച്ച് ചതുപ്പിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലുകയാ അവളുടെ ഒരു പതിവ്. മടങ്ങുന്നതിനു മുമ്പ് അയ്യപ്പൻകുട്ടി സാറ് എൻ്റെ കാതിലൊരു മന്ത്രം ചൊല്ലിത്തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഭയം തോന്നുന്ന അവസരത്തിൽ ഇതങ്ങടെ ചൊല്ലിയാൽ മതി. ഓരോ ദുർദേവതകളും നിന്റെ 7 അയലത്ത് അടുക്കില്ല. അയ്യപ്പൻകുട്ടി സാറ് പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു ചോദ്യം ചെയ്യലുണ്ടായി. ആ രാത്രിയിൽ മാടായിപ്പാറ വഴി നീ എവിടേക്കാ പോയത്? ഓണമല്ലേ വരുന്നത്, പഴയങ്ങാടിക്കാവിലൊന്ന് തൊഴാമെന്ന് കരുതി പുറപ്പെട്ടതാ. തിരിച്ചു വന്നപ്പോഴേക്കും വൈകിപ്പോയി. അച്ഛന് എൻ്റെ ഉത്തരം ബോധിച്ചോ ആവോ. പക്ഷേ പിന്നെ ഒന്നും ചോദിക്കാതെ അച്ഛൻ അകത്തേക്ക് പോയി. ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ മല്ലികയ്ക്ക് ആ കരിവളകൾ സമ്മാനിച്ചു. മാടായിപ്പാറ കടന്ന് പാതിരാത്രി പഴയങ്ങാടിയിൽ പോയി തിരിച്ചു വന്ന ധീരനായ എന്നെ
അവൾ വാനോളം പുകഴ്ത്തി. ഈ യക്ഷിയൊക്കെ എനിക്ക് വെറും പുല്ല എന്ന് അവളുടെ മുന്നിൽ വീമ്പിളക്കി പറഞ്ഞപ്പോൾ മാടായിപ്പാറയിൽ ഞാൻ കണ്ട ആ നീല വെളിച്ചത്തിൽ കോമ്പല്ല് കാട്ടി തുറച്ചു നോക്കിക്കൊണ്ട് എൻ്റെ നേർക്ക് ചീറിയെടുത്ത യക്ഷിയുടെ രൂപമായിരുന്നു മനസ്സിനുള്ളിൽ തെളിഞ്ഞു വന്നത്. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പഴയ കഥകളിൽ ഏതെങ്കിലും കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കഥയുടെ പേര് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നാൽ മറ്റൊരു കഥയുമായി വരുന്നത് വരേക്കും ബൈ.